മൊമെന്റ് കൊടുക്കുന്നതിന് വേണ്ടി പത്മനാഭ മാഷെ ക്ഷണിക്കുന്നു. ഒരു കയ്യടി കൊടുക്കുക. അടുത്തത് കൃപേഷ് പി കെ, സൺ ഓഫ് ജ്യോതി ലക്ഷ്മി. മൊമെന്റ് കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ണിയേട്ടനെ ക്ഷണിക്കുന്നു. അടുത്തത് ജീന എം, ഡോട്ടർ ഓഫ് ബേബി, അക്കാഡമിക്. അടുത്തത് ആകാശ്, സൺ ഓഫ് ഗോപാലകൃഷ്ണൻ, സ്പോർട്സ് മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച നമ്മുടെ ആകാശിനെ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ട്. ആകാശിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊമെന്റ് കൊടുക്കുന്നതിന് വേണ്ടി വസുന്ധരദേവി ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ആകാശ്. അമൃതവർഷ, ഡോട്ടർ ഓഫ് സിന്ധു, അക്കാഡമിക്. മൊമെന്റ് നൽകുന്നതിന് വേണ്ടി രാധ ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കുക. ഹർഷ കൃഷ്ണൻ, ഡോട്ടർ ഓഫ് സജിനി, അക്കാഡമിക് ആൻഡ് കൾച്ചറൽ. ലീല ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹർഷയ്ക്ക് വേണ്ടി അവളുടെ അമ്മ സജിനി ഏറ്റുവാങ്ങുന്നു. അടുത്തതായി ചൈത്ര അനിൽ, അക്കാഡമിക് ആൻഡ് കൾച്ചറൽ. സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി, മൊമെന്റോ നൽകുന്നതിന് വേണ്ടി ലീലാവതി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കുക എല്ലാവരും. അടുത്തത് അജിത് ഗോപാൽ, സൺ ഓഫ് ലേഖ, അക്കാഡമിക്. ലേഖ ഏറ്റുവാങ്ങുന്ന പത്മനാഭൻ മാഷെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ശാലിനി, ഡോട്ടർ ഓഫ് പത്മാവതി, ആർട്ട് ആൻഡ് അക്കാഡമിക്. രാധ ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശാലിനി, നല്ലൊരു കൈഡി കൊടുക്കുക. അടുത്തതായി അഞ്ജലി കൃഷ്ണൻ പി, അക്കാഡമിക്. മൊമെന്റോ നൽകുന്നതിന് വേണ്ടി ഗോപിനാഥൻ മാഷെ ക്ഷണിച്ചുകൊള്ളുന്നു. കൈഡി കൊടുക്കുക. അടുത്തതായി അർജുൻ പി, സൺ ഓഫ് ലത. മൊമെന്റോ നൽകുന്നതിന് വേണ്ടി വസുന്ധരദേവി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അർജുൻ പി ലതയുടെ മോനാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീധരൻ മാഷ് ഇവിടെ എത്താൻ കുറച്ച് വൈകി. സാറിന് മൊമെന്റോ കൊടുത്ത് ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. മാഷ് നമ്മളോട് സംസാരിക്കുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാര്, സ്കൂൾ മാനേജർ, എൻ്റെ ഒപ്പം വർക്ക് ഉണ്ടായിരുന്ന അധ്യാപകര്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഇന്ന് ജൂലൈ എത്രയാണ്? ജൂലൈ, ഈ ഡേറ്റ്, ഈ ജൂലൈ 16 ഒരുപാട് കുട്ടികൾ പല സ്ഥലത്ത് പോകുമ്പോഴും പലതുകൊണ്ടും എവിടെ ചെല്ലുമ്പോഴും ജൂലൈ 16. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മാത്രമല്ല, നാട്ടിലാകെ ജൂലൈ 16 എന്നെ കാണുമ്പോൾ സർ, കാട്ടുകുളം സ്കൂളിലൊരു മഹാസംഭവം നടക്കാൻ പോകുന്നുണ്ട് ജൂലൈ 16 അപ്പൊ അത് വളരെയധികം ഒരു ഗംഭീര പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ എന്താ പറയുന്നറിയോ? ഞങ്ങളും ഏറെ താമസിയാതെ ഇതേപോലെയുള്ള ശരിക്ക് അവരുടെ മഹാസംഗമങ്ങള്, ഗെറ്റ് ടുഗദർ നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങളത് മിക്കവാറും അടുത്ത് തന്നെ സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നു. കാരണം ഇതിൽ അവർക്കൊക്കെ ഒരു അസൂയ കൂടി. സത്യം പറയട്ടെ, 1.5 വർഷം 2 വർഷത്തോളായി നിങ്ങളുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ വിയർപ്പൊഴുകലുകളുടെ ഒരു ഫലം ഇന്ന് അതിന്റെ മധുരം നമ്മൾ ശരിക്കും കഴിച്ച് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. എന്തോ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, എനിക്ക് ഇപ്പോഴെങ്കിലും ഇവിടെ എത്താൻ സാധിച്ചു. എന്റെ പ്രിയപ്പെട്ട കുട്ടികള്, അവരുടെ കൊച്ചുമക്കള്, അവരുടെ ചെറിയ ചെറിയ കലാപരിപാടികള് കണ്ട് ആസ്വദിക്കുന്നതിനും
സന്തോഷിക്കുന്നതിനും അതിനുള്ള ഒരു ഊർജം എനിക്ക് അവരിൽ നിന്നും കിട്ടിയതിലും അതിയായ സന്തോഷമുണ്ട്. ഞാൻ അത് നിങ്ങളായിട്ട് പങ്കിടുന്നു. ഇനി എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ പ്രിയമാണ് നിങ്ങളുടെ കുട്ടികളെ. കാരണം എന്താ അറിയോ, അവര് നാളെ ഭാവിയിൽ വളർന്നു വലുതാകുമ്പോ ഒരുപക്ഷെ ഞാൻ അവരോട് ചോദിക്കാൻ പോകേണ്ട ചില കാര്യങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് ചോദിക്കുന്നു. അപ്പൊ അതിൽ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ വിദ്യാലയം നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അതേപോലെ തന്നെ നിങ്ങള് മാരേജ് കഴിച്ചിട്ടുള്ള ലേഡീസ് ആരൊക്കെ വെച്ചാൽ അവര്, അതേപോലെ തന്നെ ഇവിടെ പഠിച്ചു പോയ പെൺകുട്ടികൾ, അവരുടെ ഹസ്ബൻഡ്സ്, ഇവരെ ഒരു പരിധി വരെ എല്ലാവരെയും എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. അത് വലിയൊരു സംഭവമായിരുന്നു. പക്ഷേ എനിക്കതിൽ കുറെ പേരെ എനിക്ക് നേരിട്ട് കാണാൻ ഉള്ള അവസരം എനിക്ക് കിട്ടിയില്ല. അത് ഞാൻ ആദ്യം നിങ്ങളോട് ശരിക്ക് ഒരു എക്സ്ക്യൂസ് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട, അതായത് നിങ്ങളെപ്പോലെ ഞങ്ങളൊപ്പം പഠിച്ചൊരു കുട്ടിയുടെ മകളുടെ മാരേജ് ആയിരുന്നു, ഗുരുവായൂർ ഭഗവാന്റെ അടുത്ത് വെച്ചായിരുന്നു. അപ്പൊ അതിന് പോവാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് രാവിലെ പോയി. അവിടെ ആ ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ അവിടുന്ന് പോകുന്നു. അവിടെയും ഇതേപോലെ നിങ്ങളെ പോലെ കുറെ കുട്ടികൾ പങ്കെടുക്കുന്നതാണ് അതില്. അപ്പൊ അവര് പറഞ്ഞു, സാർ പോയിക്കോളൂ, കാരണം എന്ന് വെച്ചാൽ അവര് പരിപാടി കഴിഞ്ഞതിന് മുമ്പ് സാർക്ക് എത്താലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ അങ്ങനെ ഇവിടെ എത്തി. ഇതില് നിങ്ങള് ആദ്യം മുതൽക്ക് ഇപ്പൊ അതങ്ങള് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, നേരം 4 മണിയായി, പലർക്കും പോകാനുള്ള ധൃതിയാണ്. കുറെ പേര് പോയി വീട്ടിൽ ദൂരെ എത്തണം. കുറെ പേര് ലോങ് ലീവ് എടുത്ത് വന്നിരുന്നത്, അവർക്കൊക്കെ ശരിക്കും വീണ്ടും തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഇന്ന് തന്നെ ഉണ്ടായിരിക്കാം ചിലപ്പോ, അല്ലെങ്കിൽ നാളെ. നമ്മുടെ ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമുക്കൊക്കെ. എല്ലാറ്റിന്റെയും ശാസ്ത്രത്തിൽ ചിത്രം വരച്ച് വിവരിക്കുക എന്ന് പരീക്ഷയ്ക്ക് പേപ്പറിൽ നിങ്ങൾ കിട്ടി, നിങ്ങൾ ആൻസർ എഴുതിയിട്ടുണ്ടാവും. മനസ്സിന്റെ ചിത്രം വരച്ച് വിവരിക്കുക എന്നുള്ള ഒരു ചോദ്യം ഇന്ന് വരെ നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് ഉത്തരം എഴുതാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നത്, ആദ്യം നിങ്ങളൊന്ന് തിരിച്ചു വരണം. പ്രമീളെ, ആ പഴയ കാല നമ്മുടെ വിദ്യാലയ ജീവിതത്തിലെ ക്ലാസ് റൂമിലാണ് ഇപ്പൊ നമ്മൾ ഇരിക്കണം. നമുക്കിപ്പോ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യമോ നാട്ടിലെ കാര്യമോ മക്കളുടെ കാര്യമോ ഹസ്ബൻഡ്സ് അവരുടെ കാര്യമോ അല്ലെങ്കിൽ നമ്മുടെ വൈഫുമാർ അവരുടെ കാര്യമോ എന്നല്ല, നമ്മൾ ക്ലാസ് റൂമിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. രാവിലെ നമ്മുടെ വിദ്യാലയം മാത്രം 9:30 തുടങ്ങും. മറ്റന്നുള്ള അടുത്തുള്ള സ്കൂളുകളൊക്കെ 10 മണിയായാലും തുടങ്ങും. നമ്മുടെ 9:30-ക്കാണ്. കാരണം അത് നമ്മുടെ സ്കൂളിന്റെ ചില സവിശേഷതകളാണ്. 9:30-ക്ക് സ്റ്റഡി ബെല്ലടിച്ചാൽ അപ്പോഴും അധ്യാപകരുടെ അടിമേടിക്കാനും, അതേപോലെ തന്നെ ഈ സ്റ്റഡി ബെല്ലടിച്ചാൽ ക്ലാസ്സിന്റെ ഉള്ളിൽ കയറിയിരിക്കണം എന്നൊരു നിയമമുണ്ട്. അപ്പോഴായിരിക്കും ചില വിക്രസുകാര്, ഞാനിവിടെ ഒരു പ്രസംഗമല്ല പറയണത്, നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കാര്യങ്ങൾ. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ആൺകുട്ടികളൊക്കെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവർക്ക് വളരെ പെട്ടെന്ന് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ശ്വാസം മുട്ടല. അപ്പൊ വേഗത്തിലിടോ, ഞപ്പ വരാട്ടോ. എന്താ കാര്യം? ഇവൻ ചിലപ്പോ ഇവിടുന്ന് പുറത്ത് ഒന്ന് ചാടി കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പൊ അവനൊരു ഇമ്പോസിഷൻ കാണിക്കാണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് പുറത്ത് ചാടുന്നതും കൂട്ടുകാരുമൊട്ട്. അന്ന് ഇവിടെയുള്ള എന്തെങ്കിലും മാങ്ങയോ അല്ലാന്നുണ്ടെങ്കിൽ നാരകമരം ഉണ്ടായിരുന്നോ എന്ന് നിങ്ങളുള്ളപ്പോണ്ടോ എനിക്ക് അറിയില്ല, എന്റെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ അറക്കാനോ ഗ്രൗണ്ടിൽ പോയിട്ട് തല്ലുകൂടാനോ അടിപിടി കൂടാനോ ഉള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അധ്യാപകർ വരുമ്പോ ഉടനെ ഓട്ടി നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിന്റെ ഉള്ളിൽ കയറുന്നു. ആ കാലഘട്ടത്തിന്റെ ഒരു സന്തോഷം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ വരുമ്പോ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്താ? സ്കൂളിൽ എത്തുമ്പോ ഇന്ന് ഏതൊക്കെ സാറന്മാരാ ടീച്ചേഴ്സ് ഇല്ലാത്തത് ഉടനെ ആലോചിക്കുന്നു അല്ലേ? നമ്മൾ വളരെ പെട്ടെന്ന് ആലോചിക്കുകയാണ് ആരൊക്കെ ഇന്ന് ലീവ് എന്ന് നോക്കി ആ പീരീഡ് നമുക്കിന്ന് ഒഴിവായി. ഈ കായിക അധ്യാപകര്, മ്യൂസിക് ടീച്ചേഴ്സ്, ഇവരെയൊക്കെ വലിയ ഇഷ്ടമാണ് നമുക്ക്. എന്താ കാരണം അറിയോ? അവര് നമുക്ക് വർക്കൊന്നും തരില്ല, അത് മാത്രമല്ല കളിക്കാൻ വിടും. മാത്രമല്ല നമ്മുടെ കൂടെ പല കുട്ടികളൊക്കെ പാടുന്നു വിചാരിക്കണം, അങ്ങനെ നമ്മുടെ കൂടെ ഒരു എൻജോയ്മെന്റ് ആണ്. അന്ന് നമുക്ക് പഠിക്കണമെന്നോ റാങ്ക് വാങ്ങണമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഉന്നത സ്ഥാനത്ത് എത്തണമെന്നോ ഈ ഒരു ചിന്ത ഒന്നും മനസ്സിലില്ല. നമുക്ക് എങ്ങനെങ്കിലും 10 മണിക്ക് ഇവിടെ എത്തിക്കൂടിയ ഒരു 9:30 സ്റ്റഡി ടൈം കഴിഞ്ഞു, 10 മണി ബസ് പീരീഡായി. ഇത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കാക്കും. അപ്പോഴേക്ക് ലീഡർമാർക്കാണ് ശല്യം. പോയി ചോദിക്കേ, ഈ പീരീഡ് നമ്മൾ പുറത്തു പോട്ടെ ചോദിക്കുക, പുറത്തു പോയിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഉടനെ ഓടിക്കവനെ ക്ലാസ് അവിടേക്ക്. ഓഫീസിൽ ചെന്നാൽ അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിന്റെ ഉള്ളിൽ ചെന്നാൽ അവനെ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് ഓടിക്കും. ഉണ്ടായ പോയിരിക്കണം അവിടെ എന്ന് പറയും. അങ്ങനെ അപ്പൊ നമുക്ക് പുറത്തു പോകണം, കളിക്കണം, ഇതാണ് നമ്മുടെയൊക്കെ ശരിക്കും ആഗ്രഹങ്ങൾ. അതേപോലെ പഠിച്ചു വരാൻ പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ
അന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇന്നത്തെ കുട്ടികളുടെ സുഖം അന്നില്ല. പ്രിയപ്പെട്ട ഇവിടെ പല പരിപാടികളും അവതരിപ്പിച്ച കുട്ടികളെ, നിങ്ങൾ ശരിക്കും ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിച്ചുവിട്ടാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അച്ഛനമ്മമാരെ അന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ക്ലാസ്സിൽ വന്ന ചോദ്യം ചോദിക്കും. അത് മാത്രമല്ല, ഇമ്പോസിഷൻ എഴുതി കൊണ്ടുവരാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 10, 20, 25, ചിലർ ദേഷ്യം വന്നാൽ 100 പ്രാവശ്യം എഴുതി കൊണ്ടുവരാൻ പറയും. സമർത്ഥരായ അതേപോലെ തന്നെ മിടുക്കന്മാരായ ആൺകുട്ടികൾ 100 എന്നുള്ള നമ്പറൊക്കെ അവർ വേഗിടും. ഇടയിൽ അങ്ങനെ എഴുതി ചേർക്കായി. പിന്നെ അത് എവിടെയാണ് എന്താണെന്ന് അവർ അറിയില്ല. അധ്യാപകരെ കൊണ്ടേ കാണിക്കും. സർ ഇതാ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ അറിയാവുന്ന ഇപ്പോ ഞങ്ങളെ പോലെയുള്ള കുറച്ച് അധ്യാപകരുണ്ട്. അവര് ശരിക്കും എന്ത് ചെയ്യാറിയോ, ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തത് കണ്ടുപിടിച്ചിട്ട് അവരെ ഉടനെ പറയും, പിന്നെ ചീത്ത പറയും. കാരണം ചീത്ത പറയുന്നത്, ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടി? ഇവൻ പഠിക്കണം, ഇവൻ വലുതാകണം, ഇവൻ ഉന്നതങ്ങളിൽ എത്തുമ്പോ ഈ അധ്യാപകന് മാനസികമായി ആസ്വദിക്കണം, അഭിമാനിക്കണം. അതിനുവേണ്ടിയാണ് അവനത് പറയുന്നത്. പക്ഷെ നമ്മുടെ കാര്യമോ, നമുക്കിതൊന്നും പ്രശ്നമേ അല്ല അന്ന്. അതാണ് അവിടെ ക്ലാസ്സിൽ അവിടെ വന്നു, നമ്മൾ ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞു. അതേപോലെ തന്നെ ഇന്റർവെൽ പീരീഡിൽ വിട്ടാൽ പോലും അന്ന് ഇന്നത്തെ കാലത്തെ പോലെയുള്ള മഴക്കാലല്ല. ഗംഭീരമായ മഴ, അതായത് സ്കൂൾ തുറക്കുന്ന ദിവസം തുടങ്ങും മഴ. അപ്പൊ ഇന്റർവെല്ല് സമയത്ത് ഓടി ഗ്രൗണ്ടിൽ, ഫുട്ബോൾ ഗ്രൗണ്ടിൽ എത്തി. അവിടെ ശരിക്കും പനങ്കൊരണ്ടിയാണ് നമ്മളെ പന്ത്. ഓർമ്മയുണ്ടാവും അല്ലേ? പനങ്കൊരണ്ടിയാണ്. അതൊരു 10-20 അവിടെ ബോയ്സിനുണ്ടാവും. തട്ടി തടഞ്ഞ് വീണ് ഷർട്ടൊക്കെ ചളി തായും കേറി വരുവൻ. എപ്പോ? 3ാമത്തെ പീരീഡിലെ അധ്യാപകന്റെ അടി കൊള്ളാൻ വേണ്ടിയിട്ട്. അതാണ് അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് പുസ്തകം എടുത്ത് ഇങ്ങനെ റെഡിയായിരിക്കുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്, ഞാനത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ക്ലാസ്സിലിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവൻ ചളി പുരണ്ട് ഇവിടെ വരുമ്പോ, എവിടാ പോയിരുന്നു, ബെല്ലടിച്ചത് കേട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ഇവനോട്, സാർ ഞാൻ മൂത്രം ഒഴിക്കാൻ പോയി, ലേശം വഴുകി. സാർ കുഴപ്പമില്ല, ഇവൻ അവനവിടെ ഇരുന്നു. അവസാനം ഈ അധ്യാപകൻ ഇവനോടാണ് ആദ്യത്തെ ചോദ്യം വന്ന് വീഴുന്നത്. ഇവൻ ആ പുസ്തകം പോലും കണ്ടിട്ടുണ്ടാവില്ല. തലേ ദിവസം പോയിട്ട് ഉടനെ ഇവൻ ആ നീട്ടു നിന്നു, റെഡിയായി, ട്രൗസറിൽ ഉരച്ചു. എന്തേ ഉരച്ചത്? കൈ ഉരച്ചു. കാരണം അടി മേടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇടത്തെ കൈ കാണിച്ചു കൊടുത്തു. 2 എണ്ണം കിട്ടി, പോക്കറ്റിലിട്ടു. ഉടനെ മാറ്റി വലത്തേത്. അടി മേടിച്ചു. കുറച്ച് കഴിഞ്ഞു, അധ്യാപകൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഈ എത്ര അടി കൊണ്ടാലും ഏതായാലും വേണ്ട പെൺകുട്ടികൾ ചിലരൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടാവും. ഈ ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികളോട് പുറത്തിറങ്ങിയാലേ, ഇൻ്റെടോ നമ്മളെ ക്ലാസ്സിൽ ചില പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര പഠിക്കാൻ വേണ്ടി വരുന്ന ചില കുട്ടികളുണ്ട്. ഇവരെ കളിയാക്കാണ് പണി. അങ്ങനെയാണ്. അതേപോലെ തന്നെ ഇവൻ എങ്ങനെയായാലും ആ പീരീഡില് ഞാൻ ചില ചില്ലറ വിക്രസുകള് ഒരു തമാശ രൂപത്തിൽ പറയുന്നു. മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കുറച്ച് കുട്ടികൾ, പിന്നിൽ ഓരോരുത്തർ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇവൻ അധ്യാപകൻ ഇങ്ങനെ ഇരുന്ന് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ അന്ന് ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യപ്പെടും. അപ്പൊ അവൻ ഇങ്ങനെ എഴുതാൻ പോയാൽ ഇവൻ മുമ്പിൽ നിൽക്കണവന്റെ പതുക്കെ പിന്നെ ഒന്ന് തോണ്ടി അധ്യാപകന്റെ തിരിയുമ്പോഴേക്കും എന്തോ എന്ന് ആരോടാ ചോദിക്കണം? ഇവനെ പിന്നിലിരിക്കണവന്റെ തോണ്ടലും കൊണ്ടു അധ്യാപകന്റെ അടിയും കൊള്ളണം. അപ്പൊ പിന്നിലിരിക്കണവൻ കേമായിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇരിക്കേണ്ട. ആരൊക്കെ ഇപ്പൊ ഞാൻ പറയണില്ല, അങ്ങനെ ഇരിക്കണ്ടേ, അതാരൊക്കെ സ്വയം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഇരിക്കണു. അപ്പൊ നമ്മുടെ ആ രസകരമായ സംഭവങ്ങള് 4ാമത്തെ പീരീഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ശ്രദ്ധ മുഴുവൻ അന്ന് നിങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇവിടെ വീണു ആരെ? കുമാരനാണോ? അല്ലേ? എന്താ നോട്ടറിയോ? കുമാരേട്ടൻ ബെല്ലടിക്കാൻ വരാത്തത് എന്താ? കാരണം ആകെ വിശന്ന് വലഞ്ഞിട്ടുണ്ടാവും. എന്താ ബെല്ലടിക്കാൻ വരാത്തത് എന്നൊരു ചിന്ത മാത്രമാണ്. അപ്പൊ ഉടനെ കുമാരൻ അതിങ്ങനെ പോയി അങ്ങോട്ട് പോകുന്ന കണ്ടാൽ ഉടനെ റെഡിയായി, പുസ്തകം എടുത്തു വെച്ചു, എല്ലാം റെഡിയായി. അന്ന് നിങ്ങൾ പഠിക്കുന്ന കാലത്ത് ഗവൺമെന്റ് ഭക്ഷണം ഉണ്ടോ? ഇല്ല. അന്ന് ഉച്ചഭക്ഷണം നമ്മുടെ പൊതിച്ചോറാണ്. എന്താണ്? നിങ്ങൾക്കതില്ല? ഉച്ചഭക്ഷണം ഗവൺമെന്റിന്റെ ഉണ്ടായിരുന്ന ഇല്ല. അപ്പൊ അവിടെ ഈ കുമാരൻ ബെല്ലടിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു രംഗം, ഞാൻ അതാ പറയുന്നത്, നമ്മളൊരു പ്രസംഗമില്ല, ഇവിടെ ഒരു കാര്യങ്ങൾ രസകരമായി അവതരിപ്പിക്കുകയാണ്. അടുത്തത് എന്താ പരിപാടി അറിയോ? ബെല്ലും കൊണ്ട് അടിച്ചാൽ ഭയങ്കര സ്പീഡിൽ പോകും. അപ്പൊ ഈ വിക്രസ് അടിക്കുന്നവരെ എന്ത് ചെയ്യറിയോ? അവര് ഭയങ്കര സ്പീഡ് പോയിട്ട് പകുതി എത്തിയാൽ കിടന്ന പോലും കൈ കഴുകില്ലവര്, മറ്റൊരു കയ്യൊക്കെ കഴുകി റെഡിയായി വരുന്നു. അപ്പൊ ഇവൻ കയ്യൊന്നും കഴുകില്ല. ഇപ്പം വന്നിട്ട് വേഗം ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അപ്പൊ കുട്ടികളുടെ ഒരു ഷെയറിങ് ഉണ്ട്. ചില ഭക്ഷണം സാധനങ്ങൾ അവരെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് അതിന്റെ ഒരു സ്വാദ്, ആ ഒരു ചില അനുഭവങ്ങളൊക്കെ ഈ ജന്മത്ത്
കോടികൾ സമ്പാദിച്ചാലും എന്ത് തന്നെ മണിമാളികകൾ കെട്ടിയാലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമുക്കത് തിരിച്ചു കിട്ടുന്നുള്ളത്? ഒരിക്കലും കിട്ടില്ല. അത് ഇന്നാണ് അപ്പൊ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം അതിന്റെ സ്വാദ് മണത്തറിയാനും നിങ്ങളുടെ സന്തോഷം പങ്കിടാനും നിങ്ങൾക്ക് സാധിച്ചത്. എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര്, നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പറയുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും ഇന്ന് പത്രവാർത്തകൾ വരുമ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, A+ കിട്ടാഞ്ഞിട്ട്, അതേപോലെ തന്നെ മെഡിസിൻ സീറ്റ് കിട്ടാഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കുട്ടികൾ ശരിക്കും സൂയിസൈഡ് ചെയ്യുന്ന വാർത്തകൾ പേപ്പറിൽ വരുന്നു. ഒരിക്കലും നമ്മുടെ കുട്ടികള്, അതായത് നിങ്ങളുടെ മക്കള് അങ്ങനെ ചെയ്യാതിരിക്കുന്നതിന്റെ ഒരു കാരണം നിങ്ങളാണ്. കാരണം നിങ്ങൾക്ക് ഈ വിദ്യാലയത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ ബേസിക് എഡ്യൂക്കേഷൻ, അതിന്റെ ഒരു പ്രാധാന്യം ഒന്ന് വേറെയാണ്. അത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു കൊടുക്കണം, എല്ലാം ഷെയർ ചെയ്യണം. നിങ്ങളൊന്ന് അവരെ കൊണ്ടുവന്നത് വളരെയധികം നന്നായി. പണ്ടത്തെ കാലല്ല, ബോയ്സ് ഓർ ഗേൾസ് ആരായാലും A to Z അവരോട് നിങ്ങൾ ഓരോ ദിവസത്തെ അനുഭവങ്ങളും നിങ്ങൾ പങ്കുവെക്കണം. നിങ്ങൾ അവരോട് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും അവരോട് ഡിസ്കസ് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ശരിക്ക് നിങ്ങളുടെ കുട്ടികളെ ഇത്തരം ഈ വക്രവലയങ്ങളിൽ പെടാതെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അത് വളരെ വലിയ കാര്യമാണ്. ഞാനിപ്പോ പറയുന്നത്, ഞാൻ എന്റെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്റെ ഗുരുനാഥന്മാരെ മനസ്സില് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ വിദ്യാലയത്തിൽ ഒരു പ്രോഗ്രാം ഞാൻ നടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഉണ്ടായിരുന്നു ബാലകൃഷ്ണൻ സാറ്. അവരെ ഒന്ന് തൊട്ടൊന്ന് വന്നിക്കും, എന്നിട്ടേ ഞാൻ പോവാറുള്ളൂ. അവിടെ ചെന്നാൽ